ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ജീവന്റെ വീട്ടിലേക്ക് സാറ വരുന്നു. സാറയെ കാണുമ്പോൾ നിത്യ ഓടിച്ചെല്ലുന്നുണ്ട്. സുജാത അമ്മ ഒരുപാട് ദേഷ്യത്തോടെ സാറയോട് പറയുന്നുണ്ട്, നിന്നെ ഞങ്ങൾ ഈ ഫാമിലിയിലെ ഒരാളായിട്ടാണ് ഇതുവരെയും കണ്ടിട്ടുള്ളത്. പക്ഷെ നീ ഫംഗ്ഷന് എന്ത് പരിപാടിയാണ് കാണിച്ചതെന്നൊക്കെ പറയുന്നു. സാറ എപ്പോൾ പറയുന്നുണ്ട്, എനിക്കൊരബദ്ധം പറ്റിയതാണെന്നൊക്കെ. ജീവനാണെങ്കിൽ ഇവളെ പറഞ്ഞു വിട്, ഇവൾ ഓരോ കള്ളത്തരം പറയുമെന്നൊക്കെ പറയുന്നുണ്ട്. സാറ് എപ്പോൾ പറയുന്നുണ്ട്, ഞാനൊരു ഫംഗ്ഷന് പോയായിരുന്നു, അവിടെ മദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ്. പക്ഷെ കൂട്ടുകാരാണെങ്കിൽ കൂൾ ഡ്രിങ്ക്സിലാണെങ്കിൽ മദ്യം കലർത്തി എനിക്ക് തന്നു, ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നു. ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ പോലും പ്രശ്നമൊന്നുമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സുജാത എപ്പോൾ ചോദിക്കുന്നുണ്ട്, കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്നൊക്കെ. സാറ് എപ്പോൾ പറയുന്നുണ്ട്, എനിക്കൊന്നും ഓർമ്മയില്ലെന്ന്. രഘു സാറയോട് പറയുന്നുണ്ട്, മോൾ ഇങ്ങനത്തെ കൂട്ടുകെട്ടുകളൊക്കെ വിട്ടേക്കണം, ഇതുപോലെയുള്ള കൂട്ടുകെട്ടുകൾ അപകടമുണ്ടാക്കുമെന്നൊക്കെ പറയുന്നു. എല്ലാരും പോയതിനു ശേഷം നിത്യ സാറയോട് ചോദിക്കുന്നുണ്ട്, സാറ എന്നോട് എന്തോ അന്ന് പറയാൻ വന്നില്ലേ, എന്തായിരുന്നു എന്ന് ചോദിക്കുന്നു. സാറ അപ്പോൾ പറയുന്നുണ്ട്, ഇനിയും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, എന്തായാലും സന്തോഷമായിട്ട് കുടുംബജീവിതം നയിക്കാനെന്നൊക്കെ പറയുന്നു. സാറ ജീവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ജീവൻ സാറയോട് പറയുന്നുണ്ട്, നിനക്ക് ഇതുകൊണ്ടൊന്നും മതിയായില്ലേ, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു. സാറ എപ്പോൾ പറയുന്നുണ്ട്, ഞാനായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല, നിത്യോട് ഞാൻ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു. നിത്യ ഒരു പാവം കുട്ടിയാണ്, ആ കുട്ടിയോടൊപ്പം നന്നായിട്ട് ജീവിക്കാൻ നോക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് സാറ അവിടെ നിന്നും പോകുന്നു. നിത്യ ജീവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാറ എന്താണ് പറഞ്ഞതെന്ന്. ജീവൻ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയാണ്, ഹാപ്പി മാരീഡ് ലൈഫ് എന്നാണ് പറഞ്ഞതെന്ന്. ശേഷം കാണിക്കുന്നത് നിത്യയുടെ അച്ഛനെയാണ്. നിത്യയുടെ അച്ഛൻ മോളെ മോളെ എന്ന് വിളിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അച്ഛൻ ഓർമ്മ വരുന്നത്, മോൾ ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ. അവിടേക്കാണെങ്കിൽ കൊച്ചച്ഛനും ഭാര്യയും വരികയാണ്. കൊച്ചച്ഛൻ ഭാര്യയോട് പറയുന്നുണ്ട്, നീ ആഹാരം കൊണ്ടുപോയി ഏട്ടന് കൊടുക്ക്, നിർബന്ധിച്ച് കഴിപ്പിക്കണമെന്നൊക്കെ പറയുന്നു. കൊച്ചച്ഛൻ വെളിയിൽ ഒരു കട്ടിലിട്ടിട്ട് അവിടെ കിടക്കുകയാണ്. കൊച്ചച്ഛന്റെ ഭാര്യ അകത്തേക്ക് വന്നിട്ട് നിത്യയുടെ അച്ഛനോട് കഴിക്കാനെന്നൊക്കെ പറയുന്നു. നിത്യയുടെ അച്ഛൻ എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു. കൊച്ചച്ഛന്റെ ഭാര്യ ഇപ്പോൾ പറയുന്നുണ്ട്, അതിന് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ എന്നൊക്കെ. നിത്യയുടെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട്, നിന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, പക്ഷെ എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നു. കൊച്ചച്ഛന്റെ ഭാര്യ ഇപ്പോൾ പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ ഞാൻ നിത്യയെ വിളിച്ചു പറയുമെന്ന്. അത് കേൾക്കുമ്പോൾ നിത്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇന്നത്തേക്ക് ഞാൻ ആഹാരം കഴിച്ചേക്കാമെന്നൊക്കെ. നിത്യയുടെ അച്ഛൻ ആദ്യം ഒന്ന് സങ്കടപ്പെടുന്നുണ്ടെങ്കിലും പിന്നീട് കഞ്ഞിയൊക്കെ കുടിക്കുന്നുണ്ട്. ശിവാനന്ദന്റെ ഭാര്യ ഏട്ടാ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. അതിനുശേഷം വെളിയിൽ ചെന്നിട്ട് ശിവാനന്ദനോട് പറയുന്നുണ്ട്, ഏട്ടൻ കഞ്ഞി കുടിക്കുന്നുണ്ടെന്ന്. ശിവാനന്ദൻ പറയുന്നുണ്ട്, നീ പൊക്കോളാനെന്ന്, ശ്രുതിയാണെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടാകും, വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു. നിത്യയുടെ അച്ഛൻ വെളിയിൽ ശിവാനന്ദൻ ഇരിക്കുന്നത് കണ്ടിട്ട് പറയുന്നുണ്ട്, എനിക്ക് കാവലായിട്ടൊന്നും ആരും വേണ്ട, എന്റെ മനസ്സുരുക്കി കൊല്ലാൻ ശ്രമിച്ചവരൊന്നും കാവലിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയുന്നു. നിത്യയുടെ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കഥ കടയ്ക്കാൻ തുടങ്ങുകയാണ്. പക്ഷെ കഥ കടയ്ക്കാതെ അദ്ദേഹം അങ്ങ് പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്ന നിത്യയാണ്. നിത്യ ബെഡ്റൂമിൽ ഇരിക്കുകയാണ് ജീവനെ കാത്ത്. നിത്യ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, ജീവൻ വരുമ്പോൾ തന്നെയാണെങ്കിൽ സോറി പറയണം, കൊച്ചച്ഛനൊക്കെ ചെയ്തതിനെല്ലാം സോറി പറയണമെന്നൊക്കെ. എന്ത് വിളിക്കുന്നതായിരിക്കും ഇഷ്ടം, ഏട്ടനെന്ന് വിളിച്ചാൽ മതിയോ എന്നൊക്കെ ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജീവൻ അവിടേക്ക് വരുന്നു. ജീവൻ പറയുന്നുണ്ട്, താൻ എന്താണ് ആലോചിച്ചതെന്ന് ഞാൻ പറയട്ടെ എന്നൊക്കെ. താൻ ആലോചിച്ചത് കൊച്ചച്ഛനൊക്കെ വേണ്ടി എന്നോട് മാപ്പ് പറയണമെന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. നിത്യ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ മനസ്സിലായെന്നൊക്കെ. ജീവൻ അപ്പോൾ പറയുന്നുണ്ട്, തന്നെ കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലാകുമെന്നൊക്കെ പറയുന്നു. ജീവൻ ചോദിക്കുന്നുണ്ട്, തനിക്ക് എന്നെ ഇഷ്ടമാണോ എന്നൊക്കെ. നിത്യ അപ്പോൾ പറയുന്നുണ്ട്, മനസ്സ് വായിക്കാൻ അറിയുന്ന ആളല്ലേ, ഇതും മനസ്സിലാകില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ജീവൻ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് നിത്യയുടെ വായിൽ നിന്നും കേൾക്കാനാണ് ഇഷ്ടമെന്നൊക്കെ. ഞാനിപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്, ഒരു വലിയ കാര്യം നേടിയ പോലെയാണെന്നൊക്കെ പറയുന്നു. നിത്യ പറയുന്നുണ്ട്, എന്നെയും എൻ്റെ കുടുംബത്തെ ഇത്രയും മനസ്സിലാക്കിയ ആളെ എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ. ജീവൻ നിത്യയുടെ കവിളിലേക്ക് കൈവെക്കുന്നുണ്ട്. അതിനുശേഷം ജീവൻ നിത്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ജീവന്റെ മുഖം നിത്യയുടെ മുഖത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് ജ്യോതിഷൻ നിത്യയുടെ കൈ പിടിച്ച കാര്യം ഓർക്കുകയാണ്. ജീവൻ പെട്ടെന്ന് മുഖഭാവം മാറ്റിയിട്ട് പറയുന്നുണ്ട്, അതെനിക്ക് ഇഷ്ടമായില്ല, നിന്റെ കൈയാണെങ്കിൽ ജ്യോതിഷന് തൊടാൻ വേണ്ടി കൊടുത്തില്ലേ, അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്നൊക്കെ പറയുന്നു. നിത്യ അപ്പോൾ പറയുന്നുണ്ട്, അത് കൈ നോക്കാൻ വേണ്ടിയല്ലേ എന്നൊക്കെ. ജീവൻ അപ്പോൾ പറയുന്നുണ്ട്, എന്ത് കാര്യമായാലും ശരി, ഞാനല്ലാതെ വേറൊരാൾ നിന്റെ ദേഹത്ത് തൊടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നു. ജീവൻ പറയുന്നത് കേട്ടിട്ട് നിത്യയ്ക്കാണെങ്കിൽ ഷോക്ക് ആകുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് ജ്യോതിയാണെങ്കിൽ സീഡ്സുമായിട്ട് വരുന്നുണ്ട്.
ജ്യോതി പറയുന്നുണ്ട് ബുദ്ധിമുട്ടിച്ചതിന് സോറി, അമ്മ പുറകെ വരുന്നുണ്ടെന്ന് പറയുന്നു. സുജാതാമ്മ അകത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഒരു റൂമിൽ കഴിയണ്ടെന്ന് ജ്യോതിഷൻ വിളിച്ചു പറഞ്ഞുവെന്ന്. പൂജയും പരിഹാരവും കഴിഞ്ഞിട്ട് ഒന്നിച്ച് ജീവിച്ചാൽ മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു. ജ്യോതി ജീവനോട് പറയുന്നുണ്ട് ഏട്ടൻ ഇപ്പൊ തന്നെ ഇവിടെ നിന്നും ഇറങ്ങിക്കോ, ചേച്ചിയുടെ കൂടെ ഞാനാണ് കിടക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു. ജീവനാണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ്. സുജാതാമ്മയും പോകുന്നുണ്ട്. നിത്യ പക്ഷെ ജീവൻ പറഞ്ഞ കാര്യം ഓർത്ത് വിഷമിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ജ്യോതി പറയുന്നുണ്ട് ഒരു ആദ്യരാത്രി നഷ്ടപ്പെട്ടെന്ന് കരുതി ഇത്രയും ടെൻഷൻ അടിച്ച് നിൽക്കണ്ടെന്നൊക്കെ പറയുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്